ഹലോ മൈ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഒരു ചെറിയൊരു വ്ളോഗാണ്. വേറൊന്നുമല്ല, ഡ്യൂട്ടി എക്സ്ചേഞ്ച് ചെയ്യാണ്. ഇത്രയും ദിവസം അന്തേം ഉണ്ടായിരുന്നു, 2-3 ആഴ്ചയായിട്ട് അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇനി അങ്ങോട്ട് പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. പകരം ഷീജാമ്മ ഡ്യൂട്ടി ഏറ്റെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ടാലോ. പപ്പയും അമ്മയും എത്തിയപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. ചക്ക് താഴെ പോയി ലഗേജ് ഒക്കെ എടുക്കാൻ സഹായിക്കുകയാണ് പപ്പ. എല്ലാ പ്രാവശ്യവും വീട്ടിൽ നിന്ന് വരുന്ന പോലെ തന്നെയാണ്. എപ്പോൾ വന്നാലും ചക്ക, മാങ്ങ, തേങ്ങ, കരിക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരിക്കും. അതൊക്കെ കാണാനായിട്ട് ഞാൻ എക്സൈറ്റ്മെൻറ്റിലാണ് ആകെ. എല്ലാ സാധനങ്ങളും ചക്കവും പപ്പയും കൂടെ ചേർന്ന് എല്ലാം അകത്ത് കാക്കുകയാണ് കേട്ടോ. ചെന്തെങ്ങിന്റെ കരിക്കും തീൻറ്റുടിയുടെ കരിക്കും ചെന്തെങ്ങിന്റെ കരിക്ക് പറ. പഴുത്താണോ അപ്പ? പഴുപ്പിക്കാനുള്ള ചക്ക. ഇനി പച്ച കൊറേയൊക്കെ അങ്ങോട്ട് മാറ്റി. അമ്മ ഞാൻ ഇത് വെട്ടു. പച്ച ചക്ക ആണല്ലേ? ഓക്കെ ഓക്കെ. അമ്മ ചായ ഇട്ടുണ്ടായിരുന്നു. ചായ രണ്ടുപേർക്കും ഇട്ടുന്നു. ഇങ്ങോട്ടുണ്ടോ? താങ്ക് യു. ഇത് കരിക്ക്, ഇത് വീണ്ടും കരിക്ക്. അതാണോ ഫുഡ്? ഓ താങ്ക് യു എന്ന് അതിനകത്ത് തന്നെ എഴുതിയിരിക്കണം. താങ്ക് യു. കഴിച്ചോ. ചായ കുടി. ഇതെന്തോ കൊറേ, അതാ ഇത് കൊറേ ഉണ്ടല്ലേ അമ്മ. എന്താ അമ്മു? അമ്മു രാഹുൽ ഉണ്ടായിരിക്കും. അനിത രാഹുലിന്റെ പപ്പച്ച സമാധാനായിട്ടിരുന്ന് ചായ കുടിക്കും. അമ്മ അവിടെ ചക്കു തുറക്ക് ഓരോന്നും തുറന്ന് കാണിക്കും. ഇത് വന്നിട്ട് അവിയൽ. വാവ്. ഓക്കെ, പയ്യെ. അത് വന്നിട്ട് ഫിഷ് ഫ്രൈ ആണോ? ഫിഷ് ഫ്രൈ. ഇത് ഷീജാമ്മ സ്പെഷ്യൽ ആണോ? 2 ഷീജാമ്മമാരുണ്ട്. ഒന്ന് ഇത് കൊല്ലത്തെ ഷീജാമ്മ, ലച്ചുവിന്റെ അമ്മ. ഷീജാമ്മ സ്പെഷ്യൽ ചിക്കൻ കറിയാണോ? ചിക്കൻ കുറുമയോ? വാവ്. ചിക്കൻ സ്റ്റ്യൂ. ഓക്കെ. എന്നാ രസമോ? ഫിഷ് കറി അല്ലേ? ഓക്കെ. ഇനി അമ്മൂന്റെ പോലെ ചക്ക പറഞ്ഞോ? പൊലിച്ചോറ് കണ്ട ഇനി എന്റെ സബ്സ്ക്രൈബേഴ്സ് ഓടും. എടുത്തോക്കട്ടെ. ആണോ? അതെന്തൊക്കെയാ? ഒരു മിനിറ്റ്. അത് വന്ന് കറിവേപ്പില മറക്കാതെ കൊണ്ടുവന്ന അമ്മ. കറിവേപ്പില, പച്ചക്കറി, ചക്കക്കുരു ഉണ്ടല്ലേ? ക്യാബേജ്, മുരിങ്ങയ്ക്ക, ഒരു മിനിറ്റ്, മുളക് പൊടി. അമ്മ എടുത്ത് നോക്കി. എന്തുവാ? കാന്താരി, മാങ്ങ അച്ചാറ്, പച്ചമാങ്ങ, എണ്ണ. ഓ കപ്പയ്ക്കുണ്ട്. പഴുത്താണോ അമ്മ? എന്തോയി? ആ അടിപൊളി പഴുത്ത കപ്പയ്ക്ക്.
ജാതകം കൂടെ ചക്ക മുട്ടി നിക്കുക. ആ അടിപൊളി വിഷുനൊക്കെ അമ്മ എടുത്ത് കഴിച്ചു. വീണ്ടും പച്ചക്കപ്പയ്ക്ക. ചക്കയ്ക്കുള്ള കത്തി. ഓക്കെ സെറ്റ്. ഓ പച്ചമാങ്ങ. ഓക്കെ അപ്പാ അത് നാളെ. ആ പിടിച്ചു പിടിച്ചു പിടിച്ചു. എന്റെ പൊന്നി എന്തോ ഇത് ഇത്രയും കറികൾ കൂടാണ്ട് ഇതിനകത്ത് എന്തോ ചക്ക അതിന് ബെസ്റ്റാ. കണ്ട കൊതിയിടാത്തവരും കൊതി കിട്ടുമ്പോ മീൻപീര. അമ്മ ഇന്ന് മീൻപീര വെക്കാൻ ഞാൻ കാര്യമായി. സഹിക്കാൻ വയ്യാ, കഴിക്കാൻ പോവാ. അല്ല ഇത് ചിരി ഉള്ളു. അതെ പൊങ്കാല പായസം തേങ്ങ തിരുമ്മിയത്. കഴിക്കാം. ഉണ്ടപ്പറ്റ് ഉണ്ടപ്പറ്റ് വിട്ടല്ലേ? എന്തിനായിരുന്നു? ആ ഇലയപ്പം ഉണ്ടാക്കാന്. കഥ പറയാനുള്ള. ഓ വിശന്ന് അമ്മ കഴിച്ചാ ദോശ? പക്ഷെ രാവിലെ തുടങ്ങിയല്ലേ പണി. ചക്ക എടുത്താ കൊള്ളാ? ചക്ക നല്ല അടിപൊളി ചക്ക. ആ ഗ്രേസി ആന്റിയുടെ ചക്ക. പഴുത്തതാ? എടുത്തില്ല അല്ലേ? എന്താണ് പഴുത്ത? പഴുത്ത എടുത്തില്ല. എല്ലാരും ഇവിടെ ചക്ക തരാന്ന് പറഞ്ഞിരിക്കുക. ബിന്ദു അമ്മ അയച്ചാ? അമ്മ അയച്ചാ? പപ്പ അയച്ചാ? അപ്പയമ്മ എണീറ്റില്ലേ? രാവിലെ ഷിജാമ്മട സ്പെഷ്യൽ ചിക്കൻ സ്റ്റ്യൂവും ദോശയും കഴിക്കാനാണ് വെച്ച്. വെക്കട്ടെ? കറി വെക്കട്ടെ? ചക്കുവിനെ ഞാൻ വാരി കൊടുക്കണം. കഴിക്കാൻ പോകുന്ന ടൈം. എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ട്? സൂപ്പർ. ഉച്ചയ്ക്ക് 1:45. മഴ കോളുണ്ട്. കഴിഞ്ഞ സൺഡേ ലഞ്ച് റെഡി. ലഞ്ച് റെഡി. ഡോണോ യാപ്പാ റെഡി. ആരപ്പോ ലോക്കായ അങ്ങനെ 2 ദിവസത്തെ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് പപ്പയും അനന്തയമ്മയും കൂടെ മൺഡേ മോർണിംഗ് തിരിച്ചു പോവാണേ. ഇന്നലെ വരെ ഇവിടെ ചിരിച്ചും ബഹളം വെച്ചൊക്കെ നിന്ന് അമ്മയുടെ ഫേസ് നോക്കിയൊക്കെ ആകെ മാറിയിട്ടുണ്ട്. വിഷമം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് പോകുമ്പോൾ അമ്മയ്ക്ക് എല്ലാ പ്രാവശ്യം വിഷമമാണെങ്കിലും ഇപ്പം കുറച്ച് ഒരു പ്രത്യേക വിഷമം കൂടുതലുണ്ട്. പ്രത്യേകിച്ച് എന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ആക്കിയിട്ട് പോകുന്നതുകൊണ്ടായിരിക്കും. ഷീജാമ്മ ഉണ്ട്, എന്നാലും അമ്മ പറയുന്നുണ്ട് മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ വിളിക്കണേ, ഞാനിങ്ങനെ ഓടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇന്നലെ ചിരിച്ച് ബഹളം വെച്ച അമ്മ ഇരിക്കുന്നൊക്കെ
അങ്ങനെ പപ്പയും അന്തേമ്മയും വീട്ടിലോട്ടും പോയി. ഞങ്ങൾ ബാക്കി ഉറങ്ങി തീർക്കാനായിട്ട് തിരിച്ച് റൂമിലേക്കും പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു വ്ളോഗ്. ഇത് ചെറിയ വ്ളോഗായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.